കൊല്ലത്തോട്ടൊക്കെ ആരെങ്കിലും പെമ്പിള്ളാരെ കെട്ടിച്ചു വിടുവോ? നിങ്ങൾ ഈ ന്യൂസ് ഒന്നും കാണുന്നില്ലേ? കൊല്ലത്തോട്ട് കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാല് എത്ര കാലം ജീവിക്കുമെന്നാ നിങ്ങൾ വിചാരിക്കുന്നതെന്ന്. ഞാൻ എന്റെ വീട്ടുകാരോട് ആകുന്ന പറഞ്ഞതാ. എനിക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ് മതി, ഡെസ്റ്റിനേഷൻ വെഡിങ് മതിയെന്ന്. അപ്പോൾ അവർക്ക് ബന്ധുക്കളെ വിളിക്കണം, നാട്ടുകാരെ വിളിക്കണം, അവരെ വിളിക്കണം, ഇവരെ വിളിക്കണം, അങ്ങനെ കുറേ ന്യായങ്ങള്. പിന്നെ ഞാനും കൂടുതൽ തർക്കിക്കാനൊന്നും നിന്നില്ല. എന്തെങ്കിലും ആവട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ എന്റെ കല്യാണത്തിന് ഒരു 10, 25 ദിവസം മുൻപാന്ന് തോന്നുന്നു ഞങ്ങളൊരു റിലേറ്റീവിന്റെ വീട്ടിൽ കല്യാണം വിളിക്കാൻ പോയി. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവര് നമ്മുടെ ക്ലോസ് റിലേറ്റീവ് ഒന്നും അല്ല. ഒരു റിലേറ്റീവിന്റെ റിലേറ്റീവ് ആണ്. അങ്ങനെ ഞങ്ങള് കല്യാണം വിളിക്കാൻ ചെന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇറങ്ങാൻ നേരം ഇവര് ഞങ്ങളോട് ചോദിച്ചു ചെറുക്കന്റെ വീട് എവിടെയാണെന്ന്. അപ്പോൾ എന്റെ അമ്മ പറഞ്ഞു കൊല്ലത്താണ്. അപ്പോഴത്തേക്ക് ഇവരുടെ മുഖം അങ്ങ് മാറി. ഇവര് ഞങ്ങളോട് എടുത്ത വായില് ചോദിക്കാ, "കൊല്ലത്തോട്ടൊക്കെ ആരെങ്കിലും പെമ്പിള്ളാരെ കെട്ടിച്ചു വിടുവോ? നിങ്ങൾ ഈ ന്യൂസ് ഒന്നും കാണുന്നില്ലേ? കൊല്ലത്തോട്ട് കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാല് എത്ര കാലം ജീവിക്കുമെന്നാ നിങ്ങള് വിചാരിക്കുന്നതെന്ന്." എന്റെ അമ്മ അങ്ങ് അടി കൊണ്ട പോലെ ആയിപ്പോയി. കാരണം 10, 25 ദിവസം കഴിഞ്ഞ് അവരുടെ മകളുടെ കല്യാണമാ. അപ്പോഴാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. തീർന്നില്ല. ഇവര് കുറെ ഉദാഹരണങ്ങളും കൂടെ നിരത്തി. അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഏതോ ഒരു പെണ്ണിനെ കൊല്ലത്ത് കെട്ടിച്ചു വിട്ടു. കെട്ടിച്ചു വിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കൻ അവളുടെ മുടി മൊത്തം മുറിച്ച് കളഞ്ഞു. അവളെ കൊണ്ട് കുറെ മോശമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടീപ്പിക്കാൻ തുടങ്ങി. ഐ മീൻ കുറെ ടൈറ്റ് ഡ്രസ്സൊക്കെ ഇടീപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ ദാണ്ടെ പെണ്ണ് ബന്ധം ഒഴിയാൻ വേണ്ടി വീട്ടിൽ വന്ന് നിപ്പുണ്ട്. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് പൂർത്തിയായി. എനിക്കാണെങ്കി ഈ പൊന്ന പറട്ടത്തള്ളെ 10 പറയണോന്നുണ്ട്. പക്ഷേ തെറ്റ് നമ്മുടെ ഭാഗത്താ. നമ്മൾ ഇവരുടെ വീട്ടിൽ പോകാൻ പാടില്ലായിരുന്നു. ഇവരെ കല്യാണം വിളിക്കാൻ പാടില്ലായിരുന്നു. എന്റെ കല്യാണം നടക്കുന്നത് 2023 അപ്പൊ ഇവര് ഈ 2018 ഉണ്ടായ പ്രളയവും ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവര് ഈ മോശം കാര്യങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളോ? അതോ ഇങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ കുത്തി എന്തെങ്കിലും പറയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും മനഃസുഖം കിട്ടുവോ? പിന്നെ ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നത്? അവരോടങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നവരോട്, ഇല്ല എനിക്കിത് 10 പേരോട് പറയണം. എന്നിട്ട് നിങ്ങൾ അവരെ കമന്റ് ബോക്സിൽ വന്ന് പ്രാകണം. അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം.